IPL ക്വാളിഫയർ 2-ൽ പഞ്ചാബ് കിങ്സിനോട് മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെട്ടപ്പോൾ നിത അംബാനിയെ നിരാശരായിട്ടാണ് കാണപ്പെട്ടത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന തോൽവിക്ക് ശേഷം 60-കാരിയായ അംബാനി തല പിന്നിലേക്ക് ചായ്ച്ച് കണ്ണുകൾ അടച്ച് നെറ്റിയിൽ കൈവച്ചിരിക്കുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. ഞായറാഴ്ച മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയെ അവർ വളരെ നിരാശയോടെയാണ് നോക്കിയത്. പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചപ്പോൾ അവർ കൈകൾ കൊണ്ട് തലയാട്ടുകയും ചെയ്തു. മത്സരത്തിനായി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ മകൻ ആകാശ് അംബാനിയുടെ അരികിലായിരുന്നു നിത അംബാനി ഇരുന്നത്. IPL ക്വാളിഫയർ 2-ന്റെ ഫലം ആകാശ് അംബാനിയെയും അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ചിത്രങ്ങളിൽ നിത അംബാനി വിഷമത്തോടെ തലകുനിച്ചു നിൽക്കുന്നത് കാണാം. മറ്റ് IPL ടീമുകളുടെ ആരാധകർ IPLൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് പുറത്തായതിൽ സംതൃപ്തരാണെന്നും നിതയുടെ അവസ്ഥയിൽ സന്തോഷിക്കുന്നു എന്നും പറയുന്നുണ്ട്. മുംബൈയുടെ തോൽവിയിൽ സന്തോഷിക്കാൻ മുംബൈയുടെ എതിർ ആരാധകർ എല്ലാ മീം വാക്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ മുംബൈ തോൽവി ആഘോഷിക്കുകയാണ് ചിലർ. കൂടുതലും നിത അംബാനിയെ ലക്ഷ്യം വെച്ചുള്ള ട്രോളുകളാണ് പ്രചരിക്കുന്നത്. മുംബൈ ഇന്ത്യൻസ് മുമ്പ് 5 തവണ IPL കിരീടം നേടിയിട്ടുണ്ട്. ഇത് ഈ കളിയാക്കുന്നവർ ഓർക്കണം. സമ്മർദ്ദം നിറഞ്ഞ പ്ലേ ഓഫ് മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് 1 ഓവറും 5 വിക്കറ്റും ബാക്കി നിൽക്കെ 204 റൺസ് ലക്ഷ്യം പിന്തുടർന്ന് ചരിത്രം സൃഷ്ടിച്ചിരുന്നു. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് പുറത്തായതോടെ ആരാധകരും ഒരേപോലെ തന്നെ അസ്വസ്ഥരായിട്ടുണ്ട്. 2014 ശേഷമുള്ള പഞ്ചാബിന് അവരുടെ ആദ്യ IPL ഫൈനലിലേക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു ഇന്നലത്തെ മത്സരം. ക്വാളിഫയർ 2-ൽ ഞായറാഴ്ച പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ 5 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഫൈനലിലെത്തിയപ്പോൾ ശ്രേയസ് അയ്യർ 41 പന്തിൽ 87 റൺസ് നേടി പുറത്താകാതെ നിന്നു. പഞ്ചാബിന്റെ ആരാധകർക്ക് അത് ആഘോഷത്തിനും സന്തോഷത്തിനും ഒരു കാരണമായിരുന്നു. ചൊവ്വാഴ്ച ഇനി അഹമ്മദാബാദിൽ നടക്കുന്ന മത്സരത്തിൽ RCBയെ ആയിരിക്കും ഇനി പഞ്ചാബ് നേരിടുക. ഇരു ടീമുകളും ഇതുവരെ IPL കിരീടം നേടിയിട്ടില്ല. മഴ കാരണം കളി 2 മണിക്കൂറിലധികം വൈകിയാണ് തുടർന്നത്. 1 ഓവറും നഷ്ടമായിരുന്നില്ല. രാത്രി 9:40-നാണ് മത്സരം ആരംഭിച്ചത്. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.